ഇന്ന് നമുക്ക് ഒരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക് നോക്കാം. എന്താണ് കാർഡിയാക് അറസ്റ്റ്, എന്താണ് ഹാർട്ട് അറ്റാക്ക്? ഇത് രണ്ടും ഒന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും. എന്നാൽ ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. ലക്ഷണങ്ങളിലും കാരണങ്ങളിലും ട്രീറ്റ്മെൻറ്റ് രീതികളിലും ഇവ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആദ്യം തന്നെ എന്താണ് ഹൃദയസ്തംഭനം അഥവാ കാർഡിയാക് അറസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഹൃദയമിടിപ്പ് പെട്ടെന്ന് നിലച്ചു പോകുന്ന അവസ്ഥയാണ് കാർഡിയാക് അറസ്റ്റ്. ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റുകയും പയ്യെ അത് നിലയ്ക്കുകയും ചെയ്യുന്നു. ഇതിനാൽ തന്നെ ഹൃദയം രക്തം പാസ് ചെയ്യുന്നത് നിർത്തുന്നു. ഉടൻ ചികിത്സ ലഭ്യമാക്കിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് ഹൃദയസ്തംഭനം. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൾസ് റേറ്റ് ഇല്ലാതിരിക്കൽ, കുഴഞ്ഞു വീഴൽ, ബോധം മറയുന്നത് പോലെ തോന്നൽ, ഛർദ്ദിക്കാനുള്ള തോന്നൽ എന്നിവയാണ്. ഇനി ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൃദയത്തിലേക്കുള്ള രക്തക്കൊഴലുകൾ ബ്ലോക്ക് ആവുകയും അതിലൂടെ ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയും പതുക്കെ ആവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. ബോധക്ഷയം, നെഞ്ചുവേദന, നെഞ്ചിൽ നിന്ന് തുടങ്ങി കൈകാലിലേക്കും കഴുത്തിലേക്കും തലയിലേക്കും വേദന വ്യാപിക്കുന്നത് പോലെ തോന്നൽ, കൈകാൽ കഴപ്പ്, ശ്വാസം മുട്ട്, തളർച്ച, ടെൻഷൻ, അമിതമായ വിയർപ്പ് ഇവയെല്ലാമാണ് ഹൃദയാഘാതത്തിൻ്റെ രോഗലക്ഷണങ്ങൾ. കൊളസ്ട്രോൾ, അമിതവണ്ണം, പുകവലി നമ്മെ ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തിക്കുമെങ്കിൽ വാൽവ് സംബന്ധമായ തകരാറുകളും ജനിതക തകരാറുകളും നമ്മെ കാർഡിയാക് അറസ്റ്റിലേക്ക് നയിക്കുന്നു. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കണ്ടാൽ വിദഗ്ധ ചികിത്സ നേടുക. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മാതാപിതാക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഷെയർ ചെയ്യൂ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയം ആരോഗ്യത്തോടെ നിലനിൽക്കട്ടെ.